ആത്മാവ് കർത്താവിനെ മരുഭൂമിയിലേക്ക് നയിച്ചതാണ് ഇന്ന് നമ്മൾ വിചിന്തന വിഷയമായി ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നോമ്പ് നമ്മൾ ഒരുങ്ങി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്ത് നമ്മൾ വളരുന്നത് എന്തിനാണ്? ആത്മാവിനാൽ സജീവമാകാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ പുത്രനായ ദൈവം തന്നെയായ യേശു പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു എന്നാണ്. ആ മരുഭൂമിയിൽ ചൂടുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിശപ്പുണ്ട്, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് വായിക്കുമ്പോൾ തോന്നും, ഈ ആത്മാവ് എന്തിനാണ് ഈ മരുഭൂമിയിലേക്ക് നയിച്ചത്? നമുക്കെപ്പോഴും ആത്മാവ് നമ്മളെ ഭയങ്കര അനുഗ്രഹത്തിന്റെ വഴിയിലേക്ക് മാത്രം, അല്ലെങ്കിൽ സമൃദ്ധിയുടെ വഴിയിലേക്ക് മാത്രം കൊണ്ടുപോകുന്ന ഒരു ചിന്ത ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാകാം. പക്ഷെ ആത്മാവ് കർത്താവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത് ഈ പ്രതിസന്ധിയുടെ നടുവിലും ഈ പ്രതികൂലങ്ങളുടെ ഇടയിലും പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ ഈ ആത്മാവാണ് ദൈവപുത്രനായ ഈശോയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നിരന്തരം നമ്മളിങ്ങനെ മരുഭൂമിയിലേക്ക് ചെന്നുപെടുന്നുണ്ടാകാം. നമ്മുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മരുഭൂമിയുടെ അനുഭവമാണ്. ചില കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റാതെ വരികയാണ്. സാമ്പത്തിക പ്രശ്നത്തെ മറികടക്കാൻ കഴിയാതെ വരികയാണ്. രോഗത്തെ മറികടക്കാൻ കഴിയാതെ വരികയാണ്. ഇങ്ങനെ അപ്പം മറ്റു പല പ്രലോഭനങ്ങളും ആ പ്രതിസന്ധിയുടെ ഇടയിൽ നമുക്ക് വരുന്നുണ്ട്. ഇവിടെയെല്ലാം നമ്മെ കൈപിടിച്ച് നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ് എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദിമസഭ മുഴുവൻ നയിക്കപ്പെട്ടത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാലാണ്. ഇന്നും സഭ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണ്. സഭയിലെ ഓരോ അംഗവും എന്ന നിലയിൽ നാം ഓരോരുത്തരും ആത്മാവിനാൽ എത്രമാത്രം ശക്തരായി ധീരരായി മുന്നോട്ട് പോകാൻ നമുക്കാകുന്നുണ്ട്. അവിടെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിലാണ് ഈശോ പരീക്ഷിക്കപ്പെടുന്നത്. നമുക്ക് അറിയുന്നത് പോലെ ഒന്ന് വിശപ്പാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശപ്പ്. മനുഷ്യൻ വിശന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? അടിസ്ഥാനപരമായ മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഗമായ ഒന്നാണ് വിശപ്പ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങളോട് നമുക്ക് വിശപ്പുണ്ടാകാറുണ്ട്. സാധാരണ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, അത് ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമനുസരിച്ച് ചിലർക്ക് ഭക്ഷണത്തോടായിരിക്കാം അമിതമായ വിശപ്പ്, ചിലർക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കളോടാകാം, ചിലർക്ക് ആഡംബരത്തോടാകാം, ചിലർക്ക് ജഡികമായ ചില താല്പര്യങ്ങളോടാകാം, ചിലർക്ക് മദ്യത്തോടാകാം. ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങളിൽ വിശപ്പ് അനുഭവിക്കുന്ന ആളുകളുടെ ചുറ്റുമുമായിട്ടാണ് നമ്മളും ചില കാര്യങ്ങളിൽ വിശപ്പ് അനുഭവിച്ച് ജീവിക്കുന്നത്. നിരന്തരം നമുക്കുണ്ടാകുന്ന ഒരു പ്രലോഭനമാണ് ഈ വിശപ്പുണ്ടാകുമ്പോ ആ വിശക്കുന്നതൊക്കെ വിശപ്പ് മാറ്റാൻ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ വാങ്ങി ഭക്ഷിച്ച് തൃപ്തരാകാനായിട്ട്. ചിലർക്ക് തോന്നുകയാണ് ഈ ടെൻഷൻ മാറണമെങ്കിൽ ഇച്ചിരി മദ്യപിക്കണം, ഇച്ചിരി ധൈര്യം കിട്ടണമെങ്കിൽ ഇച്ചിരി കുടിക്കണം. അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ഈ ലോകം നൽകുന്ന അല്ലെങ്കിൽ തിന്മ നമ്മൾക്ക് തരുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി. ഇവിടെ കർത്താവിന്റെ ഈ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നോമ്പുകാലത്ത് നമ്മുടെ വിശപ്പ് അടിസ്ഥാനപരമായി അകറ്റാൻ ഒരാൾക്കേ കഴിയൂ, അത് ദൈവത്തിനാണ്. പരിശുദ്ധാത്മാവായി ദൈവം നമ്മളിൽ സജീവമാകുമ്പോൾ നമുക്കുള്ള വിശപ്പ് അവസാനിക്കും. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ഏറ്റവും അധികം പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന വിശപ്പാണ്. ജീവിത പങ്കാളിക്ക് സ്നേഹമുണ്ടോ? ഇല്ല. നമ്മുടെ പരാതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മാതാപിതാക്കൾക്ക് എന്നെ കഴിഞ്ഞ സ്നേഹം മറ്റുള്ളവരോടായിരുന്നു. മക്കൾ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മക്കൾക്ക് മാതാപിതാക്കൾ എന്ന നിലയിൽ എന്നോട് സ്നേഹവും ബഹുമാനവും ഇല്ല. എന്തേലും കാര്യങ്ങൾക്ക് അയൽവക്കക്കാരെ സഹായിച്ചതാണ്, അവർക്ക് എന്നോട് സ്നേഹമില്ല. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മെ സ്നേഹിക്കാത്ത ഒരുപാട് മനുഷ്യർ, ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു വിശപ്പ് ഉള്ളിൽ വളരുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിന് വേണ്ടി ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശപ്പിനെ ശമിപ്പിക്കാൻ, ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ്. ക്രിസ്തു അവിടെയാണ് ആത്മാവിനാൽ അതിനെ അതിജീവിച്ചു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. അപ്പൊ വചനത്തിന്റെ ആന്തരികത തിരിച്ചറിയാൻ ആത്മാവ് നമുക്ക് ഉണ്ടാകണം. രണ്ടാമതായി ഈശോയോട് പറഞ്ഞു, ഇതെല്ലാം എന്റേതാണ്. പറഞ്ഞു, ഗോപുരത്തിന് മുകളിൽ കയറി താഴേക്ക് ചാട്. സാഹസികമാണ്.
നമ്മൾ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. എനിക്ക് ചുറ്റും മാലാഖമാരുണ്ട്, ധാരാളം മനുഷ്യരുണ്ട്, എന്നെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്കിവിടെയൊന്നും പ്രശ്നമല്ല. ഞാൻ ഒന്ന് വിചാരിച്ചാൽ നിങ്ങളെല്ലാം ശരിയാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള അഹങ്കാരപരമായ ചിന്ത നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. ഇങ്ങനത്തെ പല മലയുടെയും മുകളിൽ കയറിയാണ്, പല ഗോപുരത്തിന്റെയും മുകളിൽ കയറിയാണ് നമ്മൾ നിൽക്കുന്നത്. എന്ത്? ഞാൻ അപ്പനാണ്, അതുകൊണ്ട് എന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് പലപ്പോഴും നമ്മൾ ചാടുന്നവരാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെയുള്ള അഹങ്കാരത്തിന്റെ, സ്വാർത്ഥതയുടെ, ഞാനെന്ന ഭാവത്തിന്റെ ഒക്കെ ഗോപുരത്തിന് മുകളിലാണെങ്കിൽ അവിടുന്ന് ചാടാനുള്ള പ്രലോഭനം, അങ്ങനെ നിൽക്കാനുള്ള പ്രലോഭനത്തെ അതിജീവിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ താങ്ങുന്നത്. ഒരു അപ്പൻ എന്ന നിലയിൽ അപ്പനായി ഒരാളെ രൂപപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാകണം. ഈ ലോകമാണെങ്കിൽ ആ അപ്പൻ പരാജയപ്പെട്ടു പോകും. ഒരമ്മയെ അമ്മയായി രൂപപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാകണം. കർത്താവ് പറഞ്ഞു, ഞാൻ ചാടിയാൽ അനേകായിരം വൃന്ദം മാലാഖമാരുണ്ട്, എന്നെ താങ്ങുമെന്ന് എനിക്കറിയാം, പക്ഷെ നീ പരീക്ഷിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മറ്റൊരു പ്രലോഭനമാണല്ലോ ഈ അധികാരത്തിന്റെയും സ്ഥാനത്തിന്റെയും ഞാനെന്ന ഭാവത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒക്കെ പ്രലോഭനം. അതിനെ അതിജീവിക്കാൻ പരിശുദ്ധാത്മാവ് കൂടിയേ പറ്റൂ. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ ആത്മാവ് നമുക്ക് ആവശ്യമാണ്. മൂന്നാമതായി ഈശോയോട് പിശാച് പറഞ്ഞു, നീ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ, നീ ഒന്ന് ശിരസ് നമിച്ചാൽ ഇതെല്ലാം എന്റേതാണ്, നിനക്ക് ഞാൻ തരാം. ഇതിന്ന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രലോഭനമാണ്. എല്ലാം സ്വന്തമാക്കാനുള്ള പ്രലോഭനം, ചുറ്റും കാണുന്നതെല്ലാം സ്വന്തമാക്കാനുള്ള ആഗ്രഹം, കൂടുതൽ സമ്പത്ത് സ്വന്തമാക്കാൻ, കൂടുതൽ സ്ഥാനമാനങ്ങൾ സ്വന്തമാക്കാൻ, ഇങ്ങനെ ചുറ്റുപാടും ഞാൻ നോക്കുമ്പോൾ കാണുന്നതെല്ലാം സ്വന്തമാക്കാനുള്ള എൻ്റെ അഭിനിവേശത്തെ അതിജീവിക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ എന്നെ സഹായിക്കാനാവൂ. ഈശോ പറഞ്ഞു, നീ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതിയിട്ടുണ്ട്. ഈ ലോകത്തിലുള്ളതെല്ലാം എൻ്റെ സ്വന്തമാക്കാൻ വേണ്ടിയല്ല ദൈവം എനിക്ക് തന്നിരിക്കുന്നത്, മറിച്ച് എനിക്ക് തന്നിരിക്കുന്നത് പോലും മറ്റുള്ളവർക്ക് വേണ്ടി നൽകാനാണ് എന്ന് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തും. തൻ്റെ സ്വന്തമായ അമ്മയെപ്പോലും തന്നെ വിട്ടുപേക്ഷിച്ച് ഓടിപ്പോയ ശിഷ്യന്മാർക്ക് കൊടുത്ത യേശുക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാം സ്വന്തമാക്കി വെക്കാനുള്ളതല്ല, എനിക്ക് സ്വന്തമെന്ന് കരുതുന്ന എൻ്റെ ജീവൻ പോലും അവരിന് വേണ്ടി കൊടുക്കാൻ തക്കവിധം, നഷ്ടപ്പെടുത്താൻ തക്കവിധം നാം വളരേണ്ടതുണ്ട്. അങ്ങനെ ഒരു വളർച്ചയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. അപ്പോൾ കർത്താവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ മാമുദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ മുദ്രിതമായ പരിശുദ്ധാത്മാവുണ്ട് എന്ന സത്യം മറന്നു പോകരുത്. ഒരപ്പൻ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? അത് ആത്മപ്രേരണയാലാണ്. ആദിമസഭയിൽ നമുക്കറിയാം, പത്രോസിനോട് പൗലോസിനോടൊക്കെ ഇങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകണമെന്ന നിർദ്ദേശം കൃത്യമായി കിട്ടുകയാണ്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ദിവികാരനുമായി യാത്രയുടെ ഇടയിൽ ഒരു പരിചയമില്ലാത്ത ചേച്ചിക്ക് കിട്ടിയ ആത്മപ്രേരണയാണ്. ഈശോ വീട്ടിൽ വരും, വീട് വൃത്തിയാക്കണം, റെഡിയാക്കണം, അവർക്ക് ഭക്ഷണമാക്കണം എന്നുള്ളത് ആത്മാവ് കൊടുത്ത നിർദ്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലെല്ലാം ഈ ആത്മാവ് നമ്മളെ നയിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആത്മാവിന്റെ സ്വരം തിരിച്ചറിയാനുള്ള ശാന്തതയിലേക്ക് നാം എത്തണം. ആത്മാവിന്റെ സ്വരം മനസ്സിലാക്കാൻ കഴിയുന്ന വിധം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ശുദ്ധി ചെയ്ത് ദൈവത്തെ കേൾക്കാൻ കഴിയുന്ന വിധം നമ്മൾ, അതിനാണ് കുമ്പസാരം, അതിനാണ് ദൈവവചന വായന, അതിനാണ് വ്യക്തിപരമായ പ്രാർത്ഥന, അതിനാണ് നമ്മൾ വിശുദ്ധ ബലിയിലൂടെ ആത്മാവാകുന്ന, ജീവനാകുന്ന ഈശോയെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കുന്നത്. അപ്പൊ നമുക്ക് ഈ നോമ്പുകാലത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം, കുറച്ചുകൂടി ആത്മപ്രേരണയിൽ ജീവിക്കുന്ന ക്രൈസ്തവ ജീവിതമായി മാറാൻ, കുറച്ചുകൂടി ആത്മാവ് തരുന്ന പ്രേരണയിൽ ജ്വലിച്ച് മുന്നോട്ട് പോകുന്നവരാകാൻ. മക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ആത്മാവ് എന്തു പറയുന്നു? ജീവിത പങ്കാളിയോട് ഒരു കാര്യം സംസാരിച്ച് തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ആത്മാവ് എന്തു പറയുന്നു? ജീവിതത്തിന്റെ ഭൗതികമായ ആവശ്യങ്ങളിൽ സഹായിക്കാൻ ആത്മാവ് എന്തു പറയുന്നു? ഈ ആത്മപ്രേരണ
വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നോമ്പ് കാലത്ത് ഈ കർത്താവിന്റെ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിക്കുമ്പോഴും കർത്താവ് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നാം നയിക്കപ്പെടാവൂ. നമ്മുടെ മാനുഷികമായ പ്രചോദനം അനുസരിച്ചോ നമ്മുടെ ബുദ്ധിയുടെയും അറിവിന്റെയും മുൻ പാഠങ്ങളുടെയും വെളിച്ചത്തിലോ അല്ല നമ്മുടെ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് നിത്യസഹായകനായ പരിശുദ്ധാത്മാവിന്റെ കൈപിടിച്ചുകൊണ്ട് ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കാനും ദിവസം മുഴുവൻ ആത്മാവിന്റെ കൈപിടിച്ച് മുന്നോട്ട് പോകാനും അതേ ആത്മാവിന്റെ മടിയിൽ കിടന്നുറങ്ങാനും ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് ഈ നോമ്പുകാലത്ത് കുറച്ചുകൂടി ഈ ആത്മാവിൽ ജ്വലിക്കാനായി പ്രാർത്ഥിക്കാം, ആത്മപ്രേരണയിൽ വളരാൻ പ്രാർത്ഥിക്കാം. ആത്മാവാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ നമ്മുടെ നിത്യവാസസ്ഥലമായ സ്വർഗരാജ്യത്തിൽ നാം എത്തിച്ചേരും. ആത്മാവിന്റെ കരമാണ് നാം പിടിച്ചിരിക്കുന്നതെങ്കിൽ അത് നിത്യസത്യമായ ദൈവത്തെ മുഖാഭിമുഖം കാണാൻ കഴിയുന്ന ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. ആത്മാവാണ് നമ്മുടെ കൈപിടിച്ച്, ആത്മാവിന്റെ കൈപിടിച്ചാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ, മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും നീ ഭയപ്പെടേണ്ട എന്ന 23-ാം സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി മാറും. ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ജീവിക്കുന്നതെങ്കിൽ സ്നേഹത്തിൽ നമ്മളെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. സ്നേഹം കൊണ്ട് നാം എല്ലാവരെയും പരാജയപ്പെടുത്തും. അപ്പൊ സ്നേഹത്തിന്റെ പൂർണ്ണതയാകുന്ന ദൈവം ആ സ്നേഹം സകല മനുഷ്യരുടെയും ജീവിതത്തിൽ നിറച്ച് അതേ സ്നേഹം സകലർക്കും പകർന്നു നൽകാൻ ശക്തി നൽകുന്ന നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ, ആത്മാവിന്റെ ഹിതത്തിൽ നമ്മുടെ ജീവിതം പണിതുയർത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.